ബഹുമാനമുള്ള കേരള ഹൈക്കോടതിയുടെ ഇന്നത്തെ വക്കീലന്മാരെക്കുറിച്ചുള്ള തമാശ കേട്ടായിരുന്നു. വക്കീലന്മാർ ഡബിൾ റോള് കളിക്കുന്നു എന്നാണ് കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഏത് കാര്യത്തിലാണെന്നറിയണ്ടേ? ആനകളുടെ കാര്യത്തിലാണ് വക്കീലന്മാർ കേസ് നടത്തുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ വേണ്ട വിധത്തിൽ ആനകൾ ഉത്സവ സ്ഥലങ്ങളിൽ നിന്ന് വയലൻ്റായി ജനങ്ങളെ ജീവൻ ആപത്ത് വരുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ ആനകൾ ജനങ്ങളെ ജീവനെടുക്കുന്ന രീതിയിലേക്ക് വയലൻ്റ് ആകുന്നു എന്നുള്ള കാര്യം സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്ന അഭിഭാഷകർ വേണ്ട വിധത്തിൽ ബോധിപ്പിച്ച് മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവിനെ ബഹുമാനമുള്ള സുപ്രീം കോടതി ക്യാൻസൽ ചെയ്തുകൊണ്ട് ആനകളുടെ ആചാരം, അല്ലെങ്കിൽ ആനകളെ ഉത്സവ സ്ഥലങ്ങളിൽ പങ്കെടുപ്പിക്കുന്നത് ആചാരത്തിൻ്റെ ഭാഗമാണെന്ന് ബഹുമാനമുള്ള സുപ്രീം കോടതി വിധി പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഈ ആനകൾ ഒരു വെയിലത്തും ചെണ്ടമേളം, പിന്നെ പടക്കം, അതിഭയാനകമായ ശബ്ദത്തിലുള്ള പടക്കങ്ങൾ പൊട്ടിക്കുന്ന സ്ഥലത്തുമൊക്കെ ആനകളെ ഒരു വെയിലത്ത് കൊണ്ട് നിർത്തുകയും അതിൻ്റെ മാനസിക സമ്മർദ്ദത്തിന് ഇടവരുത്തുകയും ആനകൾ പലപ്പോഴും വയലൻ്റായി ജനങ്ങളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ പശ്ചാത്തലം, കേരളത്തിലെ ഈ സാഹചര്യം ബഹുമാനമുള്ള സുപ്രീം കോടതിയിൽ കേസ് നടന്ന സമയത്ത് അഭിഭാഷകർ വേണ്ട വിധത്തിൽ സുപ്രീം കോടതിയെ ധരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. സുപ്രീം കോടതിയിൽ സിയിലിരിക്കുന്ന ജഡ്ജിമാരായിട്ടുള്ളവർക്ക് കേരളത്തിൻ്റെ സാഹചര്യവും കേരളത്തിലെ ജനനിബിഡമായിട്ടുള്ള പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു വെയിലത്തും ശബ്ദ കോലാഹലങ്ങളുടെയും ആചാരങ്ങളുടെയും ഇടയിൽ വന്യമൃഗമായിട്ടുള്ള ആനകളെ കൊണ്ടു നിർത്തി മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കി അത് ഭയന്ന് ഓടുന്നതിനും ഭയപ്പെടുന്നതിനും അതിഭയങ്കരമായിട്ടുള്ള ചെണ്ടമേളങ്ങൾ, ശബ്ദ കോലാഹലങ്ങൾ, മൈക്കിൻ്റെ അനൗൺസ്മെൻറ്റിൻ്റെ ശബ്ദം, അതുപോലെ തന്നെ അമിട്ട് പോലുള്ള പടക്കങ്ങൾ പൊട്ടിച്ച് ഞെട്ടി കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഞെട്ടിച്ചിതറുന്ന രീതിയിലേക്ക്, ഞെട്ടി ഉണരുന്ന രീതിയിലേക്കുള്ള അതിഭയാനകമായിട്ടുള്ള ശബ്ദം. അതിൻ്റെ ഇടയിൽ ഈ വന്യമൃഗമായിട്ടുള്ള പാവപ്പെട്ട ശാന്ത ജീവികളായിട്ടുള്ള ആനകളെ കൊണ്ട് നിർത്തി അതിനെ പ്രലോഭിപ്പിച്ച്, അതിനെ പ്രകോപിപ്പിച്ച്, അതിനെ അക്രമകാരിയാക്കി, വയലൻ്റാക്കി അത് ജനങ്ങളുടെ മേഖലയ്ക്ക് കയറുന്നത് അതിൻ്റെ കുറ്റമല്ല. അതിനെ ഇടപെടുത്തുന്ന സഹകാരികളായിട്ടുള്ള സംഘാടകരാണ് അതിൻ്റെ കുറ്റക്കാർ. അതിനെ ആ ഉത്സവങ്ങളിൽ പങ്കെടുപ്പിക്കുന്ന കാര്യം, അവിടെ ഉത്സവമാണ് നടക്കുന്ന, ദേവൻ്റെ ഉത്സവമാണ്, ദേവിയുടെ ഉത്സവമാണ്, അവിടെ മറ്റേ കോണം ഉടുത്തിട്ടാണ് ഇവിടെ ഉത്സവം നടത്താൻ നിൽക്കുന്നത്. ഇതൊന്നും ആനകൾക്കറിയത്തില്ല. അത് അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് യോജിച്ച രീതിയിൽ ജീവിക്കുന്നതിനുള്ള ശാരീരിക മാനസിക പ്രകൃതമുള്ള ഒരു ജീവനുള്ള ജീവിയാണ്. ഈ കാര്യം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ അഭിഭാഷകർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനമുള്ള ഹൈക്കോടതി അഭിഭാഷകർ ഡബിൾ റോൾ കളിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ അഭിഭാഷകർ ഡബിൾ റോൾ മാത്രമല്ല കളിക്കുന്നത്, വേറെയും പല കളികളൊക്കെ കളിക്കും. ത്രിബിൾ കളിക്കും, ഫോർത്ത് കളിക്കും, ഫിഫ്ത്ത് കളിക്കും, 100 ഒക്കെ കളിക്കും. അങ്ങനെ തലങ്ങും വിലങ്ങും കുറുകയും നെടുകയും എല്ലാ രീതിയിലും കളിക്കുകയും ഫൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ക്രിമിനൽസായിട്ടുള്ള ക്രിമിനൽസ് ബുദ്ധിജീവികളായിട്ടുള്ള അഭിഭാഷകരാണ്. അപ്പം യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഈ ഒരു ഹൈക്കോടതിയുടെ വിധിയെ സ്റ്റേ ചെയ്ത് ആനകളെ ഉത്സവത്തിൽ പങ്കെടുപ്പിക്കുന്നത് ആചാരങ്ങളുടെ ഭാഗമാണെന്ന് സർവ്വ മനുഷ്യർക്കും അറിയാം. പക്ഷേ ആ ഉത്സവത്തിൽ പങ്കെടുപ്പിക്കുന്ന ആനകളുടെ വൈകാരിക മാനസിക വൈഷമ്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാതെയും ഉൾക്കൊള്ളാതെയുമാണ് ബഹുമാനമുള്ള സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ സിയിലിരുന്ന് വിധി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ സയൻറ്റിഫിക്കായിട്ട് നടത്തി അതിനുള്ള നിരീക്ഷണങ്ങൾ മനസ്സിലാക്കി കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരവ് പാസ്സാക്കുന്നതിന് ബഹുമാനമുള്ള സുപ്രീം കോടതിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിന് കാരണം ആ കേസ് നടത്തിക്കൊണ്ടുപോയ അഭിഭാഷകർക്കും അതിൽ റോളുണ്ട്. അവർ ഡബിളും ത്രിബിളും എല്ലാം കളിച്ചാണ് ആ വിധിയെ, ബഹുമാനമുള്ള സുപ്രീം കോടതിയുടെ വിധിയെ ജനങ്ങൾക്ക് വിരുദ്ധമായിട്ട്, അതായത് ആ ആവാസ വ്യവസ്ഥയ്ക്ക് യോജിക്കാത്ത രീതിയിൽ അതിഭയാനകമായിട്ടുള്ള പൊരിവെയിലത്ത് ആനകളെ കൊണ്ട് ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ നിർത്തിയാൽ ആനകൾ സ്വാഭാവികമായിട്ട് വയലൻ്റ് ആവും. അപ്പോൾ അങ്ങനെ വയലൻ്റ് ആവുന്നതിൽ ആയിക്കഴിഞ്ഞാൽ ആനകൾ ജനങ്ങളെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യും. അപ്പോൾ കൊല്ലുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ഭീകരജീവിയായിട്ട് ആനകൾ മാറുന്നതിന് കാരണക്കാരായിട്ടുള്ള കാരണങ്ങൾ നിർത്തലാക്കുന്നതിന് പകരം അതിനെ ന്യായീകരിച്ചുകൊണ്ട് അത് ചെയ്യുന്നത് ശരിയാണെന്നുള്ള രീതിയിലേക്ക് ബഹുമാനമുള്ള സുപ്രീം കോടതി പോയത് പുനഃപരിശോധിക്കേണ്ട വിധിയാണ്. അത് കേരളത്തിലെ ജനങ്ങളുടെ ജീവനെ അപകടപ്പെടുത്തുന്ന
രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡും ക്ഷേത്രത്തിലെ ഭാരവാഹികളും ക്ഷേത്രങ്ങളും ആചാരങ്ങൾ നടത്തുമ്പോൾ ആനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ആചാരങ്ങൾക്കും ഉത്സവങ്ങൾക്കും മാനദണ്ഡങ്ങളും അടിസ്ഥാനപരമായിട്ടുള്ള കരുതലുകളും കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്. അതിന് വേണ്ടുന്ന തീരുമാനങ്ങളും നയങ്ങളും രൂപീകരിക്കുമ്പോൾ സർക്കാർ ഇടപെടേണ്ടതാണ്. ജനങ്ങളുടെ സ്വത്തിനും സംരക്ഷണത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനമുള്ള സുപ്രീം കോടതിയുടെ വിധി റിവ്യൂ പെറ്റീഷനിലൂടെയോ മറ്റ് അപ്പീലിലൂടെയോ ഏതെങ്കിലും രീതിയിൽ പുനഃപരിശോധിച്ച് അല്ലെങ്കിൽ വേണ്ടുന്ന നിയമനിർമ്മാണങ്ങൾ നടത്തി ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ സർക്കാരിന് ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പം അഭിഭാഷകർ അവരുടെ കടമ എന്നുള്ള രീതിയിലേക്ക് കേസ് നടത്തുമ്പോൾ പല റോളുകളും കളിക്കും. അതിന് അഭിഭാഷകരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് മിടുക്കന്മാരായിട്ടുള്ള അഭിഭാഷകർ ഡബിളും ത്രിബിളും ഫോർത്തും ഫൗത്തും 100ഉം ഒക്കെ കളിച്ചായിരിക്കും ചിലപ്പോൾ കേസ് വിജയിക്കുന്നത്. അതിന് ഹൈക്കോടതി വക്കീലന്മാരെ അങ്ങനെ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകേണ്ട പരാമർശം നടത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അപ്പം ബന്ധപ്പെട്ട ജഡ്ജിമാരും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് ആ വിഷയം സയൻറ്റിഫിക്കായിട്ട് വസ്തുതാപരമായിട്ട് മനസ്സിലാക്കി പഠിച്ച് വിധികൾ പറയുന്നത് സമൂഹത്തിന് കൂടുതൽ ഗുണം ചെയ്യുമെന്നുള്ളതാണ് അതിലെനിക്ക് നമ്മുടെ ബിനു ലീഗൽ സർവീസിന് സൊസൈറ്റിയോട് പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ അഭിഭാഷകരുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹമായിട്ട് ബന്ധപ്പെട്ട് നിയമപരമായിട്ട് ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള പുതിയ അപ്ഡേഷൻസ് നമ്മൾ ഓരോ വീഡിയോസിലും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ എലിഫൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വലിയ കേസ് ഇതൊരു നിസ്സാര കേസല്ല. ഇത് സമൂഹത്തിൽ മനുഷ്യൻ്റെ ജീവനെ തന്നെ ബാധിക്കുന്ന അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന അവൻ്റെ സ്വൈര ജീവിതത്തെ ബാധിക്കുന്ന ഈ സൊസൈറ്റിയെ ബാധിക്കുന്ന ഇൻവോൾവ് ചെയ്യുന്ന ഈ സൊസൈറ്റിയുടെ നാഡീസ്പന്ദനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് നമ്മുടെ ചാനലിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം എപ്പോഴും ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള രീതിയിലേക്ക് ഈവൻ ഇൻ ജുഡീഷ്യറി ആണെങ്കിൽ പോലും തെറ്റിനെ തെറ്റാണെന്ന് പറയാനുള്ള ഒരു മടിയില്ലാതെയാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ അപ്ഡേഷന് വേണ്ടി പുതിയ അറിവുകൾക്ക് വേണ്ടി പുതിയ നിങ്ങളുടെ തലവര തന്നെ മാറ്റി മറിക്കാവുന്ന പുതിയ അപ്ഡേഷൻസ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിരന്തരം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നിസ്സാര കാര്യമായിട്ട് കാണണ്ട. അതുകൊണ്ട് തന്നെ ഈ അറിവുകൾ കൊണ്ട് നിങ്ങളുടെ തലവര തന്നെ മാറിപ്പോകും, നിങ്ങളുടെ ജീവിതം തന്നെ മാറി നിങ്ങൾ രക്ഷപ്പെടുന്നതിനുള്ള ഒരുപാട് അവസരങ്ങൾ സാധ്യതകൾ നമ്മുടെ ചാനലിലെ വീഡിയോ പ്രോഗ്രാമിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നിയമപരമായിട്ടുള്ള ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിയമപരമായിട്ടുള്ള സൊസൈറ്റിയെ ബാധിക്കുന്ന അപ്ഡേഷൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ലൈവ് പ്രോഗ്രാമിലെ നന്ദി, നമസ്കാരം, വീണ്ടും കാണാം.